ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓറക്കൽ ഡെക്ക് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വിഷ് ഗ്രാൻഡഡ് എന്നാണ്. ഇറ്റ് ബിക്കംസ് എ ഫെർട്ടൈൽ വെൻ യു മേക്ക് ഇറ്റ് റിയൽ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതം ഒരുമിച്ചാകുമ്പോൾ പഴയ കാര്യങ്ങൾ ഒരു യക്ഷിക്കഥയാകുമെന്നാണ്, അല്ലെങ്കിൽ ഒരു പഴങ്കഥയായി മാറുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ബന്ധത്തിൽ ഒരു മാജിക് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് കിട്ടുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ബേബി സ്റ്റെപ്സ് എന്നാണ്. ടേക്ക് യുവർ ടൈം ആൻഡ് ബിൽഡ് യുവർ ലവ് സ്ലോലി വിത്ത് കെയർ. നിങ്ങളുടെ സമയമെടുത്ത് ശ്രദ്ധയോടെ പതുക്കെ ഈ ബന്ധത്തെ വളർത്തിയെടുക്കുക, ഈ സ്നേഹത്തെ വളർത്തിയെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ റിലാക്സ്, ഡെലിബറേറ്റ്, അവെയർ എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നു. പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളും അവരും ഒരു സെപ്പറേഷൻ വരാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്, ശ്രദ്ധയോടെ. നെക്സ്റ്റ് കാർഡ് എക്സ്പെക്ടേഷൻ എന്നാണ്. ഹാവിങ് വെരി ഹൈ ഐഡിയൽ ഓർ അൺറീസണബിൾ റിക്വയർമെന്റ് എന്നാണ്. ഒരുപാട് നിങ്ങളും അവരും എക്സ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഉയർന്ന ആദർശങ്ങളെയും ആവശ്യങ്ങളെയുമാണ് കാണിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് കുറെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഡ്രീമിനെയും നിങ്ങളുടെ ഫാന്റസിയുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇങ്ങനെയാണ് എന്നാണ്. എന്നാൽ കുറച്ചൊക്കെ നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ പറയുന്നത്. പാസ്റ്റിൽ കുറച്ച് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയാണ്. നെക്സ്റ്റ് കാർഡ് ഹാർമണി എന്നാണ്. ബീങ് എ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് അലോങ്. പരസ്പരം ഇണങ്ങി ജീവിക്കുകയും ഒത്തുചേർന്ന് പോവുകയും ചെയ്യുക എന്നാണ്. ഒത്തൊരുമിച്ച് പോവുക, ഇണങ്ങി ജീവിക്കുക. നിങ്ങൾ ഒരു കുടുംബജീവിതമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ലൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒത്തുചേർന്ന് പോവേണ്ടേ, പരസ്പരം മനസ്സിലാക്കേണ്ടേ? ആ ഒരു കാര്യമാണ് യൂണിവേഴ്സ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഫാൻ ദി ഫ്ലെയിം, ഡൂയിങ് വാട്ട് ഇറ്റ് ടേക്ക് ടു കീപ് ദ പാഷൻ അലൈവ്. അഭിനിവേശം നിലനിർത്താൻ ആവശ്യമുള്ളത് ചെയ്യുക എന്നാണ്. റിന്യൂ ദ റൊമാൻറ്റിക് കെയർ എന്നാണ് പറയുന്നത്. ഈ ഒരു ബന്ധം പുതുക്കണമെങ്കിൽ അതില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് റൊമാൻറ്റിക് ആവണം. പരസ്പരം കെയർ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഉണ്ടാകാത്തൊരു കാര്യമാണ്. ആ ഒരു കാര്യം വേണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒരു പുതുക്കൽ തന്നെയാണ് ഇനി ആവശ്യം. എവിടേക്കോ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട്, മുറിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഒരു സെപ്പറേഷൻ വരാൻ കാരണം. അതിലേക്ക് ഒരു പുതുക്കൽ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. കുറെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പവർ ബാലൻസ്, ഹാവ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. പരസ്പര ബഹുമാനവും നിങ്ങൾ പങ്കിട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഉണ്ടാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനമാണ്. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്, അത് അവർക്കും ഉണ്ട്. ആ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുക, പൂർത്തീകരിക്കുക എന്നാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുകൊണ്ട് ഇനി ജീവിക്കരുത് എന്നാണ്. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്, അത് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം വേണം. ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം. അവിടെ എല്ലാം സാധ്യമാകുമെന്നാണ്. പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകുമ്പോൾ അത് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് മാറുള്ളൂ എന്ന് പറയാണ്. ഇക്വാലിറ്റി, റെസ്പെക്ട്, കെയർ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ പരസ്പര റെസ്പെക്റ്റിന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ സംരക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടുന്നൊരു കാര്യമാണ്, അല്ലേ? ഒരാളുടെ കാര്യം മാത്രം നോക്കിപ്പോയ കാര്യം സാധിക്കില്ല. പരസ്പരം നമ്മൾ ഇണങ്ങി ജീവിക്കുമ്പോൾ
ഒരാൾക്ക് ഒരാൾ തുണയായിരിക്കുക എന്നാണ്. ഒരാളുടെ കാര്യം കഴിഞ്ഞിട്ട് മാറിപ്പോകുന്ന എനർജിയല്ല ഇവിടെ ആവശ്യമെന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷ് ഗ്രാൻഡഡ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ഇനി ടാരോ കാർഡ് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ളതെന്ന് ടാരോ കാർഡിലൂടെ നോക്കാം. 3 ഓഫ് പെന്റക്കിളിന്റെ എനർജി പറയുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു എനർജിയാണ്. ഷെയറിങ് ആൻഡ് ലിസണിങ് എന്നുള്ളൊരു എനർജിയാണ്. ഇവിടെ ഒരു ടീം വർക്കിനെയാണ് കാണിക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ടീം വർക്ക് ആണെന്ന് പറയുന്നു. അവരുടെ കരിയറിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർക്കായിട്ട് അവർ മാറിപ്പോയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അവിടെ അവർ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. ഇവിടെ 4 ഓഫ് സോർട്സിന്റെ എനർജി അവരിൽ വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. ബിസി ലൈഫിൽ നിന്നും അവർക്കൊരു റെസ്റ്റ് ആവശ്യമാണെന്ന് പറയുന്നു. ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിന്ന് മാറിപ്പോയതിനു ശേഷം അവർക്ക് റിയാലിറ്റി മനസ്സിലായിട്ടുണ്ട്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. മുറിവുകളാണ് കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒത്തിരിയേറെ വേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ തിരിച്ചറിവാണ്, സെൽഫ് ലവ് ആണ് സംഭവിക്കുന്നത്. നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവിൽ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഹീലിംഗ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹെർമിറ്റിന്റെ എനർജി പറയുന്നത് അവർ തനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് ബിസി ലൈഫിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. അവരിലെ എക്സ്പെക്ടേഷനെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന ത്രെഡിനെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ വിഷ് ഗ്രാൻഡഡ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഇൻസ്പിറേഷൻ എഗെയിൻ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഹോപ്പിനെ തന്നെയാണ് കാർഡ് മീൻ ചെയ്തത്. അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 10 ഓഫ് വാൻഡ്സ് നിങ്ങൾക്കായിട്ട് അവര് അവസരമൊരുക്കുകയാണ്. നിങ്ങളെ കാണുവാനായിട്ട് അവസരമൊരുക്കുകയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരെടുക്കുന്ന ആക്ഷനെയാണ് 10 ഓഫ് വാൻഡ്സ് പറയുന്നത്. ഇവിടെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഹെവി ബേർഡൻസിനെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന വ്യക്തി യൂണിവേഴ്സ് എത്രയേറെ ട്രസ്റ്റ് ചെയ്യുന്നുവോ അത്രയേറെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഏസ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് ന്യൂ ഐഡിയ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അവർ ഇന്നും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ബ്രില്യന്റ് ഫ്യൂച്ചർ അവർ പദ്ധതിയിടാണ്. നിങ്ങളും അവരുമായിട്ടുള്ള ബ്രില്യന്റ് ഫ്യൂച്ചർ തന്നെയാണ് പദ്ധതിയിടുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഹാർമണി തന്നെയാണ് ഈ ബന്ധത്തിൽ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളെന്ന ശക്തിയിൽ, നിങ്ങളെന്ന പവറിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് അവർ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം കിട്ടുള്ളൂ. അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന തിരിച്ചറിവ് അവരിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങളുടെ ഓറയെ ശക്തമാക്കുകയാണ്. പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.